Welcome to my channel. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഷവർമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചിക്കൻ ഷവർമ. അപ്പം വീട്ടിൽ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും എങ്ങനെ നമുക്ക് തയ്യാറാക്കാനുള്ള ഒരു ഐഡിയ ആണ്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബേജ്, ഫൈൻലി ചോപ്പ് ചെയ്ത ക്യാബേജ് വേണം, പിന്നെ ക്യാരറ്റ് വേണം ഫൈൻലി ചോപ്ഡ്, പിന്നെ കുക്കുംബർ ഫൈൻലി ചോപ്ഡ് വേണം, പിന്നെ സോൾട്ട് വേണം, പെപ്പർ, പിന്നെ ചിക്കൻ. ഇത് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത്, അതായത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്ത് എണ്ണയിൽ ഒന്ന് എന്താ പറയുക, ഒരു ഡീപ്പ് ഫ്രൈ അല്ല, ഒരു മീഡിയം ഫ്രൈ ചെയ്തെടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് വെച്ചതാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്തിട്ട് എടുക്കാം. കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും ഇട്ട് ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ ഷ്രെഡ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് മയണൈസ് ആണ്. ഇത് പ്രീവിയസ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലിങ്ക് ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പം പിന്നെ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് ചപ്പാത്തിയാണ്, കുറച്ചും കൂടെ ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുബൂസിൽ ചെയ്യാം, റുമാലി റൊട്ടി, പൊറോട്ട ഇതിലൊക്കെ വെച്ചിട്ട് റാപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് ഫുള്ള് മിക്സ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ക്യാബേജ് ആണ് എടുക്കുന്നത്. അപ്പൊ ക്യാബേജ് ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്യാം. ഇതിപ്പോ ഒരു ഹാഫ് ക്യാബേജ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ചേർക്കാം. ആൾക്കാരുടെ കൗണ്ടും അങ്ങനെയൊക്കെ നോക്കിയിട്ട് ടേസ്റ്റ് കൊണ്ട് ചിലപ്പോൾ ഒരാള് 2 റോളും ഒക്കെ കഴിച്ച് നിൽക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ദെൻ ക്യാരറ്റ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് കുക്കുംബർ, നിങ്ങളുടെ ചോയ്സിന് ഇഷ്ടമുള്ള വെജീസ് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. ഞാനിത് 3 എടുത്തിട്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ ചോയ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ആവശ്യത്തിനുള്ള സോൾട്ട് ആണ്. ഫസ്റ്റ് ആഡ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. ദെൻ പെപ്പർ പൗഡർ, അതും അതുപോലെ തന്നെ നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ദെൻ നമ്മുടെ ചിക്കൻ, അപ്പൊ ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഓൾസോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നുകൂടെ ഇൻക്രീസ് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതുകൂടെ ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, ഇഷ്ടമില്ലാത്തവർക്ക് ആഡ് ചെയ്യണ്ട, താല്പര്യമുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓൾറെഡി ഞാൻ ഈ ചിക്കൻ ഫ്രൈയില് ഞാൻ പറഞ്ഞു സോൾട്ടും എന്താ പറയുക ചില്ലി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഉപ്പും കുരുമുളകും എരിയൊക്കെ നോക്കിയിട്ട് മാത്രം ബാലൻസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഫൈനലി നമുക്ക് പുളിനാരങ്ങ നീര് ചേർക്കണം. അപ്പം ചെറിയൊരു പോർഷൻ മതി, ഒരു ഫുള്ള് വേണ്ട. ഞാനിപ്പോൾ ഇതാ ചെറിയൊരു സൈഡ് പോർഷൻ ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഫുള്ള് ഇതിലോട്ടേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടും എന്താ പറയുക, ഭയങ്കര എന്താ പറയുക, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് റെഡിയായി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ചെയ്യാം. അപ്പം ഒരു ചപ്പാത്തി ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള മയോണൈസ് ഫസ്റ്റ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഷ്ടത്തിനനുസരിച്ചിട്ട് മയോണൈസിന്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനതിലേക്ക് ഒരു മിനിമൽ ആയിട്ട് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫില്ലിങ് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം ഒരു സൈഡ്. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ബട്ടർ പേപ്പറോ ടിഷ്യൂ പേപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഭംഗിയിൽ ഒന്ന് റാപ്പ് ചെയ്തിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് 2 പീസസ് ആയിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഡയറക്റ്റ് ഇങ്ങനെ കഴിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിലും കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഇനി നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഇപ്പം 3 റാപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ബാക്കി കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഒരു പണിയും ഇല്ല. ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഫില്ലിംഗ് ഒക്കെ പെട്ടെന്ന് കഴിയും. അപ്പം നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സജഷൻസ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.